Hello friends, welcome back to my channel. Video title മനസ്സിലായിക്കാണ് ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ട് അതിന്റെ എംപ്റ്റീസ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. ചില പ്രോഡക്ട്സ് ഉപയോഗശൂന്യമായതുകൊണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അത് ഉപയോഗശൂന്യമായത്, അതിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിലെ ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിലും ഏതൊക്കെ നല്ലതാണ്, ഏതൊക്കെ ബെസ്റ്റ് ആണ്, ഏതൊക്കെ വേസ്റ്റ് ആണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ പറയുന്നത്. അപ്പൊ വീഡിയോയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നത്, നമസ്കാരം, എന്റെ പേര് സോണി എന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തപ്പോൾ ഒരു കുഞ്ഞു ബെലൈക്കനും കൂടെ വരും, അതുകൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇനി ഞാൻ ഓരോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ്സാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. ഇത്രയും പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്നത്തെ നമ്മുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഫുള്ളും തീർന്നു, ഒന്നുമില്ല കേട്ടോ, ഒന്നും വരില്ല. അത്രയ്ക്ക് നല്ലൊരു ഫ്രഷിങ് സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പെർഫ്യൂം ഞാൻ സാധാരണ ഇഷ്ടമില്ലാത്ത ആളാണ്, എങ്കിൽ കൂടി എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ പെർഫ്യൂം ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ ഡിയോഡ്രന്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മുടെ എംറ്റീസിലെ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാല് ഇത് വോട്ട് ബൈങ്, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിന് ഒരു തംസ് അപ്പ് ആണ് ഞാൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞത് നമ്മുടെ ഇതാണ്. ഇതെന്ന് ഒരുപാട് വീഡിയോസിൽ ഞാൻ തന്നെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു, ഞാനും വിവേകം യൂസ് ചെയ്യായിരുന്നു. ഡെയിലി യൂസ് ചെയ്ത് ഇത് ഓൾമോസ്റ്റ് തീരാറായി. ഏകദേശം ഒരു കുറച്ച് ഇത്രയും കണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, ബാക്കി മൊത്തവും തീർന്നു. അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നതാണ്. വൈറ്റമിൻ ഇ ഉണ്ട്. ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ആണ് പറയുന്നതെങ്കിൽ നമുക്ക് ആസ് എ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് നമുക്ക് ഇത്തിരി എന്താ പറയാ, ഒരു സ്റ്റിക്കിനെസ് ഫീൽ ഉള്ളത് കൊണ്ട് നമുക്ക് ആ പ്രൈമറിന് പകരമായിട്ടും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതെനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി എന്റെ സ്കിന്നിന് ഇത്തിരി ലൈറ്റൻ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് എംടി എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ന്യൂട്രോഡാർമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ലോഷൻ ആണ്. അപ്പൊ ഇതൊരു വർത്ത് ബൈങ് ആയിട്ടുള്ള സാധനമാണ്. ഇതിനും തംസ് അപ്പ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. എഗെയിൻ ഞാൻ കാണിക്കുന്ന ഒരു മോയ്സ്ചറൈസർ തന്നെയാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഇപ്പൊ ഞാൻ അയക്കാലത്ത് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നിവ്യയുടെ സോഫ്റ്റ് വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ ആണ്, ലൈറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇതും അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ്. ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള ഏറ്റവും ബെസ്റ്റ് മോയ്സ്ചറൈസറിൽ ഒന്നാണ് ഈ ഒരു നിവ്യയുടെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഭയങ്കര ലൈറ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഞാൻ ഫുള്ള് തീർത്തിട്ടുണ്ട്, ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. എനിക്ക് ഇതിന്റെ ഫേവറേറ്റ്സ് നല്ലതാണ്. നമ്മുടെ ഈ മുട്ടിന്റെ ഒക്കെ ഉള്ള മുരിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണിത്. അപ്പൊ ഇതാണ് നെക്സ്റ്റ് എംടി എന്ന് പറഞ്ഞാൽ. ഇതും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ്, പൊളിച്ച സാധനമാണിത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ പണ്ടത്തെ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺബാൻ ആണ്. ഇത് SPF 14 ഉണ്ടായിരുന്നു. 14 ഉള്ള ഒരു നല്ലൊരു നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റിന് പറ്റിയ ഒരു അടിപൊളി അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു അടിപൊളി സൺസ്ക്രീൻ ആണിത്. അപ്പൊ എന്റെ ഒരു പണ്ടത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് SPF 40 ഉണ്ട്. ഇത് നമുക്ക് പ്രൈമറൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കൂടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു പരിധി വരെ ഇത് ഒരു പ്രൈമറിന്റെ ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നേച്ചർ എസൻസിന്റെ ഒരു അടിപൊളി എന്താ പറയാ സൺ പ്രൊട്ടക്ഷൻ ആണ്. ഇപ്പൊ ഞാൻ റീസെന്റ് യൂസ് ചെയ്യുന്ന VLCCയുടെ സൺസ്ക്രീൻ ആണ്. എന്റെ ഓണം മേക്കപ്പിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സൺസ്ക്രീൻ ആയിട്ട് റീസെന്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും ഒരു അടിപൊളി സാധനമാണ്. അന്നേരം പക്ഷെ അത് തീർന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. നെക്സ്റ്റ് ഐറ്റം അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു സാധനമാണ്. ഇത് കാരണം നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇത് എന്തൊരു സാധനം, ഇത് ലാക്മേയുടെ ഐലൈനർ അല്ലല്ലോ, ഇത് ഇങ്ങനത്തെ ഡിപ്പ് അല്ലല്ലോ. ആക്ച്വലി എന്റെ ലാക്മേ ഐലൈനറിന്റെ ആ ഒരു അടപ്പിന്റെ എന്താ പറയുക, ഈ ഒരു സാധനമല്ലേ ബ്രഷ്, ഈ അറ്റത്തുള്ള ഈ ബ്രഷ് അത് ഒടിഞ്ഞുപോയി. അത് ഒടിഞ്ഞു പോയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നല്ലൊരു സംഭവമാണ്. ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നതാണ് ലാക്മേയുടെ ഐലൈനർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതെനിക്ക് ഒരുപാട് ഇന്നത്തെ മിച്ചമുണ്ട്, ഇത് കളയാൻ എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ ഇതിനോട്ട് ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു പറഞ്ഞപ്പോഴാണ് വേറൊരു പ്രൊഡക്ട്സും എന്റെ MT ആയി. അത് ഇതാണ്. ഇത് കളർ എസൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഐലൈനർ ആണ്. ഇത് യൂസ് ചെയ്ത് കട്ടായി പോയതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാത്ത കാര്യം, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഇൻസ്റ്റാ ലൈനറൊക്കെ അല്ലെങ്കിൽ ലാക്മേയുടെ ലൈനറോ അല്ലെങ്കിൽ ഐടെക്സിന്റെ ലൈനറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകുമ്പോൾ അത് സാധാരണ പോലെ പോകും. പക്ഷെ ഇത് ഇത്തിരി ക്രീസി ആയിട്ട് ഒരുമാതിരി എന്താ പറയാ, ഇങ്ങനെ എണ്ണമെഴുക്കോട് കൂടി നമ്മുടെ കണ്ണിലിരിക്കുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് ഈ ഒരു എസൻസിന്റെ എന്താ പറയാ ഐലൈനർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യത്തേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് അങ്ങനെ യൂസ് ചെയ്ത് ഇത് കട്ടായി പോയിട്ടോ. ഇതിനകത്ത് ഒന്നുമില്ല ഇപ്പൊ കൊണ്ടോ, ചുമ്മാ യൂസ് ചെയ്യാതെ കട്ടായി പോയി. അപ്പൊ ഞാനിപ്പോ ഓർത്തു ഇതെന്തായാലും ബെസ്റ്റ് ആയി. അപ്പൊ എന്തായാലും നമ്മുടെ ഇതിന്റെ
ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര പാടാണ്. കുഞ്ഞു ബ്രഷ് കൊണ്ട് നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് എപ്പോഴും വരില്ല. അതുകൊണ്ട് പക്ഷെ ഇതിന്റെ ബ്രഷ് വെച്ച് അലൈൻ ചെയ്യാം. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടപ്പിൽ ഇതിന്റെ സാധനം ചേരില്ല. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതെടുത്ത് അപ്ലൈ ചെയ്താൽ മതിയല്ലോ, നമ്മൾ കാര്യം കഴിഞ്ഞില്ല. അപ്പൊ വെറുതെ ഒരു പ്രൊഡക്റ്റ് വേസ്റ്റ് ആക്കണ്ട, നല്ലൊരു പ്രൊഡക്റ്റ് വേസ്റ്റ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആരും പിന്നെ കൃഷിക്ക് ഇരക്കത്തരവുള്ളവർ ഒന്നും വിളിക്കണ്ട. അപ്പോ നെക്സ്റ്റ് എം ടി എന്ന് പറഞ്ഞ ഈ ഒരു സാധനം എന്റെ മോന്റെ ഒരു സാധനമാണ് കേട്ടോ. ഞാനും യൂസ് ചെയ്യും, മാത്രമല്ല നൈറ്റ് ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ ഹിമാലയ ബോഡി ലോഷൻ ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കുട്ടികൾക്ക് മാത്രമല്ല അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ ഷേവിന് അങ്ങനെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല. മുട്ടിന്റെ ഭാഗത്ത് നീന്തുമ്പോഴൊക്കെ മുട്ടിന്റെ ഭാഗത്ത് കൈമുട്ടിന്റെ ഭാഗത്തൊക്കെ പൊരി ഇത്തിരി കൂടുതലായിരിക്കുമല്ലോ, ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഞാൻ മോന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനും യൂസ് ചെയ്ത് ഇത് തീർന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇതൊരു അടിപൊളി സാധനം കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊരു തംസ് ഡൗൺ ആണ്, എനിക്ക് ഇഷ്ടമേ അല്ല ഇത്. സോ ഇതാണ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞ തംസ് അപ്പ് ആണ്, പൊളിച്ച സാധനമാണ്. നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് ഇത്. പറഞ്ഞാൽ 2 ഫേസ് വാഷാണ്. ഒരെണ്ണം നമ്മുടെ രണ്ടും ആണുങ്ങളുടെയാണ്, അതായത് മെൻസിന്റെ ഫേസ് വാഷ് ആണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിനക്കത് അറിയാമെങ്കിൽ താഴത്തുനിന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു മെൻ ഫേസ് വാഷ് ആണിത്. ഇതെനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഭാഗത്തൊക്കെ കുരുക്കൾ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ തംസ് ഡൗൺ ആണ്. എനിക്കിത് വർക്കാവത്തായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്കത് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഇത് ആണുങ്ങളുടെ ആയതുകൊണ്ടാണെന്ന് എനിക്കറിയാം. വിവേകും ഇത് യൂസ് ചെയ്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കളയുമായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് സാധനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് തംസ് ഡൗൺ ആണ്. അപ്പോൾ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗാർണിയറിന്റെ മെയിൻ ഫേസ് വാഷ് ആണ്. നോക്കിക്കേ, ഇത് ചാർക്കോളുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, നന്നായിട്ട് ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണിത്. ഇത് ഞങ്ങൾ ഞെക്കി പിഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ സകലത് ഊറ്റിയെടുത്ത് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് വർത്ത് ഭയങ്കരമാണ്. 90 രൂപയുള്ളൂ ഇതിന്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ 3 ഫൗണ്ടേഷൻ ആണ് കേട്ടോ. 3 ഫൗണ്ടേഷൻ, 1 2 അല്ല 3 ഫൗണ്ടേഷൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇത് 3. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാസ്ലറിന്റെ മോയ്സ്ചറൈസിങ് ലിക്വിഡ് മേക്കപ്പ് വിത്ത് സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. പൊട്ട എന്ന് പറഞ്ഞാൽ ലോക പൊട്ട ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ നമ്മുടെ 50 റുപ്പീസ് മേക്കപ്പ് ചാലഞ്ചിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനമാണ്. ഇതിനകത്ത് ഒന്നും ഇല്ല എന്ന് വെച്ചാൽ ഒരു ഷിയർ കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ പോലും നമുക്ക് ഇച്ചിരി വിസിബിൾ ആയിട്ട് തോന്നുമെങ്കിലും ഇത് അപ്ലൈ ചെയ്തതിന് ഒന്നും തോന്നത്തില്ല. നമ്മൾ എന്തെങ്കിലും ഫേസിൽ ഇട്ടെന്നുള്ള ഒരു ഫീല് പോലും ഈ ഒരു കുന്ത ഇട്ട് കഴിഞ്ഞാൽ വരില്ല. അതുമല്ല, ഇതിട്ട് നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ഫേസ് കരിവാളിച്ചു പോകും. അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമേ അല്ല. ഇത് തംസ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്റെ മാത്രമല്ല ഒരുപാട് ഗേൾസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. എനിക്കൊന്ന് കോളേജിൽ പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഉള്ള സാധനമാണ് ഈ ഒരു ഫൗണ്ടേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ലാക്മി പെർഫെക്റ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. എന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നാച്ചുറൽ ബേജ് ആണെന്ന് തോന്നുന്നു. സോറി, നാച്ചുറൽ പേൾ ആണ് എന്റെ ഷെയ്ഡ്. ഫോർ ഫെയർ സ്കിൻ. എന്റെ സ്കിൻ ടോണിന് ഏകദേശം മാച്ച് ആയിട്ടുള്ള എന്താ പറയാ ഫൗണ്ടേഷൻ തന്നെയാണ് ഇത്. ഓൾമോസ്റ്റ് ഞാൻ എല്ലാം യൂസ് ചെയ്തു. ഇത് കാണാൻ തോന്നുന്നു ചില്ല് വെണ്ടികുരി വന്നു. എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒന്നും ഇതിന്റെ അകത്ത് മിച്ചം വരാം. ഇതൊരു വർക്ക് ബൈനാണ് കേട്ടോ. ബിഗിനേഴ്സിന് പറ്റിയ മീഡിയം കവറേജ് ഒക്കെ തരുന്ന ഒരു അടിപൊളി ഫൗണ്ടേഷൻ. അപ്പൊ ഇതിന് തംസ് അപ്പ് ആണ്. 3 ഫൗണ്ടേഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ എക്സ്പാക്റ്റീവ് ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി എന്റെ ചാനലിൽ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ കളയുന്നത് കേട്ടോ. ഇതിന്റെ കാര്യം ഞാൻ മറന്നേ പോയി. നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഇത് എവിടെയോ പോയി കിടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ അലമാരിയൊക്കെ ഞാൻ അടുക്കി പറിക്കുമ്പോഴാണ് ഇതെനിക്ക് തിരിച്ചു കിട്ടിയത്. ഇത് ഓൾമോസ്റ്റ് ഇത് ഒഴിഞ്ഞും പോയി. ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയത് കൊണ്ടാണ് എനിക്ക് സങ്കടമുണ്ട്. കാരണം ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബൈ എന്ന് പറയുന്നത്. അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. പറയാൻ പറ്റത്തില്ലല്ലോ, യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഒരുപാട് കവറേജ്, നല്ലൊരു കവറേജ് ആയിരുന്ന ഫൗണ്ടേഷൻ ആണ്. നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷന്റെ അത്രയൊക്കെ തന്നെ നമുക്ക് കവറേജ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണിത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്ലഷോ അങ്ങനെ എന്തോന്നും പറഞ്ഞ ഷെയ്ഡായിരുന്നു. നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഇതിനും തംസ് അപ്പ് ആണ്. ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഏതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് എംറ്റീസ് ആക്കിയ പ്രൊഡക്ട്സ് ആണ്. ഓൾമോസ്റ്റ് എംറ്റീസ് ആക്കിയതും കംപ്ലീറ്റ്ലി എംറ്റീസ് ആക്കിയതും ചിലതൊക്കെ നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഡംപ് ചെയ്യുന്ന കുറെ പ്രൊഡക്ട്സ് ആണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയ അല്ലെങ്കിൽ ഒരു
ഇൻഫോർമേറ്റീവ് പർപ്പസ് ആയെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയോട് ഷെയർ ചെയ്യാം. അവരും കൂടെ കാണട്ടെ ഇതൊക്കെ ഏതൊക്കെ നല്ലതുണ്ട് ഏതൊക്കെ മോശമുണ്ടെന്ന്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിന്തൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.